ശംശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മൾ ക്രിസ്തുമസിനോട് വളരെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഒരാഗമന കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ ആഗമന കാലത്തെക്കുറിച്ച് നമ്മളൊരു വിലയിരുത്തൽ നടത്തുകയാണ്. ഈ ആഗമന കാലത്ത് നമ്മൾ നടത്തിയ യാത്ര ശരിക്കും ഒരാഗമന യാത്രയായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ഈ പ്രിപ്പറേഷൻ അത് ഭംഗിയായി നടത്തിയെങ്കിൽ ആഘോഷം അത് ഭംഗിയാകും, അർത്ഥവത്താകും. സാധാരണ ഈ ടീച്ചേഴ്സിനും പ്രീച്ചേഴ്സിനുമൊക്കെ നൽകപ്പെടാറുള്ള ഒരു സന്ദേശമുണ്ട്. ഫെയിലിയർ ടു പ്രിപ്പയർ ഈസ് എ പ്രിപ്പറേഷൻ ഫോർ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ, ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങുന്നില്ലെങ്കിൽ, ഒരു ടീച്ചറെ പഠിപ്പിക്കാൻ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ അത് പഠിപ്പിക്കുമ്പോൾ ഒരു പരാജയം ഉണ്ടാക്കാനുള്ള ഒരു ഒരുക്കമായിട്ട് കാണാൻ പറ്റും. അത് പ്രീച്ചേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും മറ്റാരാണെങ്കിലും നമ്മൾ തക്കതായ ഒരുക്കം നടത്തി ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നന്മ അതിനുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഈ ആഗമനകാലം ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങിയോ, അതേക്കുറിച്ചൊരു വിലയിരുത്തൽ നടത്തിക്കൊണ്ട് നമ്മൾ തിരുത്തേണ്ടത് തിരുത്തി ഈ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് നമ്മളൊരു ഇൻറ്റൻസീവ് പ്രിപ്പറേഷൻ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. ആദ്യമായിട്ട് തന്നെ ഈ ആഗമനകാലം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. ക്രിസ്മസിനായിട്ടുള്ള ഒരു ഒരുക്കം, ആഡ്വന്റ് സീസൺ. ഇനി പല കാര്യങ്ങളും പല വിഷയങ്ങളും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ നാളുകളിലൊക്കെ ചിന്തിച്ചിട്ടുള്ളതാണ്. ഒന്ന് രണ്ട് വ്യക്തികളുടെ വാക്കുകൾ, വിശുദ്ധ മദർ തെരേസ പറഞ്ഞ ചില കാര്യങ്ങൾ ആഗമന കാലത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തുന്നത് വളരെ നല്ലതാണ്. മദർ തെരേസ അവർ പറഞ്ഞത്, ആഗമന കാലം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും മറ്റുള്ളവരിലേക്ക് എത്തിച്ച് സേവനം ചെയ്യാനുള്ള ഒരു കാലം. എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ, ഇതെല്ലാം ദൈവത്തിനുള്ള കാര്യങ്ങളാണ്. ഈ ദൈവത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അതിന് നാം ചെയ്യേണ്ടത് സേവനം, ശുദ്ധമായ സ്നേഹം, സേവനം. അതിന് നമ്മൾ തയ്യാറാകേണ്ട ഒരു കാലയളവായിട്ടാണ് മദർ തെരേസ പറഞ്ഞിരിക്കുന്നത്. ഇതിനേറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യം മദർ തെരേസ പറഞ്ഞു, ഹൃദയത്തിൽ ഊഷ്മള സ്നേഹമുണ്ടാവുക. അങ്ങനെ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ശുശ്രൂഷ ചെയ്യും, സേവനം അനുഷ്ഠിക്കും, മറ്റുള്ളവരിലേക്ക് ഈശോയെ അതുപോലെ തന്നെ സദ്വാർത്ത എത്തിക്കാനുള്ള ആ ഒരു പരിശ്രമം നമ്മൾ നടത്തിയിരിക്കും. യാക്കോസ്ലീഹ 2-ാം അധ്യായം അതിൻ്റെ 14 മുതൽ മുമ്പോട്ട് വായിക്കുമ്പോൾ, അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35 മുതൽ 40 വരെ വായിച്ചാൽ നമുക്ക് മറ്റുള്ളവരിലേക്ക് ചാരിറ്റി പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ സഹായം അർഹിക്കുന്നവരെ സഹായിക്കാൻ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാൻ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അത് വ്യർത്ഥമാണ്, അർത്ഥശൂന്യമാണ് എന്നുള്ളത് ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ വാക്കുകളും നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നത് നല്ലതാണ്. അദ്ദേഹം പറഞ്ഞത്, ആഗമനം എന്ന് പറഞ്ഞാൽ ബേത്ലഹേം ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയായിരിക്കണം. ബേത്ലഹേം, നമ്മുടെ ലക്ഷ്യം ബേത്ലഹേമിൽ എത്തുക, യേശു ജനിച്ച ബേത്ലഹേമിൽ എത്തുക. ആ ജനന തിരുനാൾ നമുക്ക് അർത്ഥവത്താകണമെങ്കിൽ ശരിയായ ഒരു യാത്ര ഈ ആഗമന കാലത്ത് നാം നടത്തിയിരിക്കണം. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, യാത്ര ചെയ്ത പല വ്യക്തികൾ, ആ യാത്രയിലെല്ലാം അവർ ഏറ്റെടുക്കേണ്ടി വന്നത് വലിയ ത്യാഗമാണ്, വില കൊടുത്തുള്ള യാത്ര. ഇനി അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലേക്ക് അതുമൂലം കിട്ടിയത് വളരെ വിലപിടിപ്പുള്ള കാര്യങ്ങളാണ്. വില കൊടുത്ത് ഒരു യാത്ര ആഗമന കാലത്ത് നമ്മൾ നടത്തിയാൽ ക്രിസ്മസിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് വളരെ വിലപിടിപ്പുള്ള കാര്യമാണെന്ന് ഉറപ്പിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഏതാനും യാത്രകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. യാത്രകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വില കൊടുത്തുള്ള ചില യാത്രകൾ, മത്തായി 2
പൗരസ്ത്യദേശത്തെ ജ്ഞാനികൾ യാത്ര ചെയ്ത് ബേത്ലഹേമിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അവർ വന്ന് കാഴ്ചകൾ സമർപ്പിക്കുന്നതൊക്കെ അവര് ദീർഘദൂരം യാത്ര ചെയ്ത് ശരിക്കും കഷ്ടപ്പെട്ട് വില കൊടുത്താണ് എത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലൂക്ക 2 വായിക്കുമ്പോൾ ആട്ടിടയർ യാത്ര ചെയ്ത് ബേത്ലഹേമിൽ എത്തി ഉണ്ണീശോയെ കാണുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ അധ്യായത്തില്. അവരും ശരിക്കും വില കൊടുത്ത് മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ടാണ് അങ്ങനെ ഒരു യാത്ര അവർ നടത്തിയത്. ലൂക്ക 1:39 മുതൽ വായിക്കുമ്പോൾ മറിയം എലിസബത്തിന്റെ അടുത്തേക്ക് പോകുന്ന ഒരു രംഗം. മറിയം ഗർഭം ധരിച്ചു. എലിസബത്ത് ഇതിനു മുമ്പ് ഗർഭം ധരിച്ചവളാണ്. അവളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ദീർഘദൂരം യാത്ര ചെയ്ത് തിടുക്കത്തിൽ യാത്ര ചെയ്ത് പോകുന്ന ഒരു രംഗം കാണാൻ പറ്റും. വില കൊടുത്തുള്ള ഒരു യാത്രയായിരുന്നു അതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മത്തായി 2:13 മുതൽ വായിക്കുമ്പോൾ മറ്റൊരു യാത്ര നമുക്ക് കാണാൻ സാധിക്കും. തിരുക്കുടുംബത്തിന്റെ ഒരു യാത്ര, ഈജിപ്തിലേക്കുള്ള പലായനം. യൗസേപ്പിന് മാലാഖ കൊടുത്ത സന്ദേശം അനുസരിച്ച് മറിയത്തെയും കുട്ടിയും എടുത്ത് അവര് ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുന്നത് ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. മത്തായി 2:13 മുതൽ വായിക്കുമ്പോൾ ഈ 4 യാത്രകളും വില കൊടുത്തുള്ള യാത്രകളായിരുന്നു. ഇനി അതിനോട് തുലനം ചെയ്യുമ്പോൾ നമ്മുടെ ഈ ആഗമന കാലത്ത് ഏതോ ഭക്ഷണം വേണ്ടാന്ന് വെച്ചു, അല്ലെ അങ്ങനെ ചെറിയ പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യാൻ തയ്യാറായി, അത് അത്ര വലിയ വില കൊടുത്തുള്ളൊരു യാത്രയായിരുന്നോ എന്നുള്ളത് നാം ചിന്തിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഈ ആഗമനം അർത്ഥവത്താകാൻ ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ അത് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കുന്നെങ്കിൽ അർത്ഥവത്തായിട്ട് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ആഗമനത്തിൽ സംഭവിക്കേണ്ടത് ജീവിതം ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്വീകാര്യമായ രീതിയിൽ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുക. ചില പ്രവൃത്തികളോ പരിത്യാഗ പ്രവൃത്തികളോ നടത്തുക എന്നതിനേക്കാൾ ജീവിതം ക്രമപ്പെടുത്തുക. അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇപ്പം യേശയ്യാ 58 വായിച്ച കാണാൻ സാധിക്കും. പാപം വർജിക്കുക, പുണ്യങ്ങൾ അഭ്യസിക്കുക. മത്തായി 15-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോഴും എങ്ങനെയാണ് നമ്മുടെ ജീവിതം ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യമാണ്, ദൈവത്തിൻ്റെ മല കയറാനുള്ള ഒരു കാലയളവായിട്ട് ആഗമനകാലത്തെ കാണണം. യെശയ്യാ 25-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ ഒരു മലമുകളിൽ ദൈവം ഒരു വിരുന്നൊരുക്കിയതിനെ കുറിച്ച് അവിടെ കാണാൻ പറ്റും. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ വിരുന്നിൽ പങ്കുചേർന്നാൽ എല്ലാവരുടെയും കണ്ണീര് തുടച്ചു മാറ്റപ്പെടും. എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക്, അതിൽ പങ്കെടുക്കുന്നവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. പക്ഷെ ആ മല കയറണം. അത് ത്യാഗമെടുക്കാതെ സാധ്യമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജീവിതം ക്രമീകരിച്ചവർക്കാണ് ഈ മല കയറാൻ പറ്റുന്നത് എന്നുള്ളത് സങ്കീർത്തനം 15 വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യമാണ്, നമ്മൾ ആത്മീയ കരുത്തുള്ളവരായിട്ട് മാറണം. സ്പിരിച്വൽ മസിൽസ് അത് ബിൽഡപ്പ് ചെയ്യാനുള്ള, അത് പണിതുയർത്താനുള്ള ഒരു കാലയളവായിട്ട് നമ്മൾ ഈ ആഗമന കാലത്തെ കാണണം. എഫേസ്യർ 6:10 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആത്മാവിൽ കരുത്തുള്ളവരായിട്ട് മാറുക. നാലാമത്തെ കാര്യമാണ്, മുറിയപ്പെട്ട ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കുക. ക്രിസ്മസ് അർത്ഥവത്തായിട്ട് ആഘോഷിക്കാൻ സാധിക്കണമെങ്കിൽ ആരോടെങ്കിലും ഉള്ളുകൊണ്ട് വെറുപ്പോ വിദ്വേഷമോ അതിൽ അവരുമായിട്ടൊരു ടോക്കിംഗ് ടൈം പോലും അല്ല എങ്കിൽ അവരുമായിട്ട് രമ്യതപ്പെടാനും അങ്ങനെ മുറിയപ്പെട്ട ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കാനുള്ള ഒരു കാലയളവായിട്ട് നമ്മൾ ഇതിനെ കാണണം. അവസാനത്തേതാണ്, പക്ഷെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടമായ ചില കാര്യങ്ങൾ, പ്രാർത്ഥനാ ജീവിതമായിരിക്കാം, ശുശ്രൂഷ ജീവിതമായിരിക്കാം, നമ്മുടെ അശ്രദ്ധ കൊണ്ട് സ്വാർത്ഥത കൊണ്ട് നഷ്ടമായ ആ കാര്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ഒരു കാലയളവായിട്ട് ഈ ആഗമന കാലത്തെ നമുക്ക് കാണാം. ഇനിയുള്ള ദിവസങ്ങൾ ഈ ബോധ്യത്തോടുകൂടി നമുക്ക് ഒരു ഇന്റൻസീവ് പ്രിപ്പറേഷൻ, തീവ്രമായ ഒരു ഒരുക്കം നടത്തിക്കൊണ്ട് ക്രിസ്മസിനായിട്ട് ഒരുങ്ങാം. ആ ഒരു തീരുമാനം ഒരു ഉമ്മയായിട്ട് ഉണ്ണീശോയ്ക്ക് കൊടുത്ത് പ്രതിഷ്ഠാ ജപത്തിൽ നമുക്ക് പങ്കുചേരാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.